നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. സൂര്യ, സൂര്യ നിക്ക. സൂര്യ, ഇതാ ഞാൻ പറയാൻ മടിക്കുന്നേ. സൂര്യ, ഞാൻ പറയുന്നതൊന്ന് മുഴുവൻ കേക്ക്, എന്നിട്ട് തീരുമാനിക്കുക എന്താ വേണ്ടതെന്ന്. അന്ന് ഞാൻ ഇവിടുന്ന് മടങ്ങിപ്പോയ ദിവസം സൂര്യ, അവർക്ക് വേണ്ടത് എന്നെയല്ല, മാനസയാ. മാനസയായാലും തന്നെയായാലും ഇതെന്താ അധോലോകമാണോ? തട്ടിക്കൊണ്ടു പോകാനും ഭീഷണിപ്പെടുത്താനും ഒക്കെ ഇപ്പൊ തന്നെ എസ് ഐ സാറിന് വിവരം അറിയിക്കണം. സൂര്യ, അബദ്ധമൊന്നും കാണിക്കല്ലേ. ഭാവന, ഇതിന്റെ സീരിയസ്നെസ് തനിക്ക് അറിയാഞ്ഞിട്ട് അവനൊന്നും വെറുതെ വിടാൻ പാടില്ല. സൂര്യ, ആദ്യം ഞാൻ പറയുന്നൊന്ന് കേക്ക്. നിയമത്തിന്റെ പിന്നാലെ പോയാ ഞാനും മാനസൊക്കെ വീണ്ടും കോടതി കയറി ഇറങ്ങേണ്ടി വരും. ഇപ്പൊ അതിനു വേണ്ടി ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ. പിന്നെ ഇപ്പൊ ഈ സംഭവിച്ചതോ? ഇതൊക്കെ നിസ്സാര കാര്യമാണോ? സൂര്യ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഇപ്പൊ ഞാൻ പറയുന്നത് പോലെയാ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സൂര്യ, ഒരു കയ്യാങ്കളിക്ക് പോയാ പിന്നെ ഇവിടെ ഒന്നും നിൽക്കില്ല. എന്നെ സൂര്യക്കറിയാലോ. എവിടെയും പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാനാ ഞാൻ ശ്രമിക്കാറുള്ളത്. മാനസെ കിഡ്നാപ്പ് ചെയ്യാൻ വേണ്ടി ദിവസങ്ങളായിട്ട് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താ എന്നെ അവർക്ക് കിട്ടുന്നത്. അല്ലാതെ ഞാനായിരുന്നില്ല അവരുടെ ലക്ഷ്യം. സൂര്യ, ഇവിടെ നമ്മൾ എടുത്തു ചാടിയ ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിക്കും സൂര്യ. കാരണം ഒരു മകനെ കാണാതായതിന്റെ ദേഷ്യത്തിൽ അവര്. സൂര്യ, നാളെ ഞാൻ ഒന്നുകൂടി അവരെ കാണുന്നുണ്ട്. താനോ? അതൊന്നും വേണ്ട, ഞാൻ പോയി കണ്ടോളാം. സൂര്യ, ഞാൻ ആദ്യം പറയുന്നൊന്ന് കേക്ക്. നാളെ ഞാനും വല്യമ്മയും കൂടി അവരെ പോയി ഒന്ന് കാണട്ടെ. എന്നിട്ട് ഞാൻ സംസാരിക്കാനുള്ളതൊക്കെ സംസാരിക്കും. അത് കഴിഞ്ഞ് സൂര്യക്ക് സംസാരിക്കാനുള്ള അവസരം ഉണ്ടാക്കാം. എനിക്ക് അയാളെ കാണാൻ വേണ്ടി താൻ അപ്പോയിന്റ്മെന്റ് എടുക്കാൻ പോവാണോ? ദേഷ്യപ്പെടാതെ സൂര്യ, ഒരിക്കലും അങ്ങനെയൊന്നും ചിന്തിക്കണ്ട. ഇതോടുകൂടി ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാവണം. അതിനുവേണ്ടിയാ ഞാൻ പറഞ്ഞത്. ഇല്ലെങ്കിൽ എന്റെ മാനസയുടെയൊക്കെ ജീവിതമായിരിക്കും നഷ്ടപ്പെടാൻ പോകുന്നത്. ഇന്ന് വരെ എന്റെ വാക്ക് കേട്ടിട്ട് സൂര്യക്കൊന്നും നഷ്ടപ്പെട്ടില്ലല്ലോ. ഇവിടെ അങ്ങനെ തന്നെ കണ്ടാ മതി. എനിക്കറിയാം ആ മഹേന്ദ്ര ശർമ്മയെ കൊല്ലാനുള്ള ദേഷ്യം ഇപ്പൊ സൂര്യക്കുണ്ടാവുന്നു. പക്ഷേ നമ്മളിപ്പോ കുറച്ച് കൺട്രോൾ ചെയ്യേണ്ടത് ആവശ്യം. വല്യമ്മ, എന്തോ? എന്താ മോളെ? വല്യമ്മ ഒന്ന് വേഗം പോയി റെഡിയാവാ. നമുക്കിന്ന് മഹേന്ദ്ര ശർമ്മ ഒന്ന് പോയി കാണണം. ഇപ്പൊ പോണോ?
അയാളെ ഒന്ന് കണ്ടിട്ട് വേണം. മാനസയുടെ ഫോണിൽ നിന്ന് കിട്ടിയത് സുനിൽ ശർമ്മയുടെ നമ്പറാണെന്ന് ഉറപ്പിക്കാൻ. ഓ, അത് മാത്രമല്ല വല്യമ്മേ, ഞാൻ ഇന്നലെ വല്ലാത്തൊരു സ്വപ്നം കണ്ടു. എനിക്കെന്തോ ഒരു പേടി തോന്നുക. ഏയ് സ്വപ്നത്തിനൊക്കെ അതിന്റെ പാട്ടിന് വിട്ടേക്ക് മോളെ. മോള് റെഡിയായി നിൽക്കുവാണോ? ആ. ഞാൻ ദേ ഇപ്പൊ വരാം. വല്യമ്മേ, വല്യമ്മയ്ക്ക് മാറാൻ ഡ്രസ്സൊന്നും ഇവിടെ ഇല്ലല്ലോ. ആ ഇന്നലെ വീട്ടിൽ പോയി എടുക്കാന്ന് വിചാരിച്ചിട്ട് നടന്നതും ഇല്ലല്ലോ. ആ അതൊന്നും സാരമില്ല. തൽക്കാലം ജയയുടെ ഏതെങ്കിലും സാരി ഒപ്പിക്കാം. എന്നിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് വീട്ടിൽ കയറി സാരി എടുക്കാം. ഒരു 5 മിനിറ്റ് ഇപ്പൊ വരാം. ആ ശാലിനി, ഞാൻ 1 മണിക്കൂറിനുള്ളിൽ വരാം. കുളിക്കേണ്ട താമസേ ഉള്ളൂ. അതെന്താന്ന് വെച്ചാ നിങ്ങൾ പറഞ്ഞാ മതി. ജയനിർമ്മലോട് ഒരു സാരി ചോദിച്ചു നോക്കാം. ബ്ലൗസ് കേറുവോ? ഇച്ചിരി ടൈറ്റാ. ആ അഴിക്കാനുണ്ട്. ആ കുഴപ്പമില്ല. തൽക്കാലം ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഒരു ദിവസത്തെ കാര്യല്ലേ. മക്കളൊക്കെ സുഖമായിരിക്കുന്നല്ലോ അല്ലേ? ആ ഇവിടെ എല്ലാവർക്കും സുഖ. ആ ശരി ശരി. ആ ആ അപ്പൊ ശരി, വന്നിട്ട് കാണാം. സാരി എവിടെ?